വേനൽക്കടുത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ മുണ്ടക്കയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. മലയോര മേഖലയിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വേനൽ ചൂടാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. ഒരു മാസത്തിനിടെ 4 വേനൽ മഴ ലഭിച്ചെങ്കിലും അതികഠിനമായ ചൂട് മൂലം ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്ന് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുവാൻ തുടങ്ങി. മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ മണിമലയാർ പൂർണ്ണമായും വറ്റിവരണ്ടു. വെള്ളനാടി ചെക്ക് ഡാമിൽ സംഭരിച്ചിരുന്ന ജലമാണ് മുണ്ടക്കയം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും സമീപത്തെ വീടുകളിലും വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്ത് നൽകുന്നത്. എന്നാൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള ജലം ലഭിക്കാറില്ല. ഓരോ വാർഡിലും ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ ആശ്രയിച്ചാണ് നിരവധി കുടുംബങ്ങൾ കഴിയുന്നത്. വേനൽക്കടുത്തതോടെ പുഴയും തോടുകളും വറ്റിവരളുകയും കിണറുകളിൽ ജലനിരപ്പ് തീർത്തും താഴുകയും ചെയ്തതോടെയാണ് മുണ്ടക്കയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു തുടങ്ങിയത്. പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന വാർഡുകളായ 23, 10, 11 വാർഡുകളിലാണ് ഇന്ന് കുടിവെള്ളം എത്തിച്ചു നൽകിയത്. നമുക്ക് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കുടിവെള്ള വിതരണം ഇന്നു മുതൽ കൊടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ നമ്മൾ 3 വാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വാർഡും കൂടെ നേരത്തെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ പോരുകയാണെങ്കിൽ 1-2 വാർഡും കൂടെ വിടണമെന്ന് ഉദ്ദേശിക്കുന്നത് പരമാവധി. കാരണം നമ്മൾ താമസിച്ചു പോയി കുടിവെള്ള വിതരണം നടത്തുവാനായിട്ട് ഉണ്ട്. വാർഡുകളിലെല്ലാം തന്നെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പരമാവധി 3 വാർഡല്ല, അവർ പറഞ്ഞിരിക്കുന്നത് 7 മണി വരെ അവർ ഓടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. നമ്മൾ ഹെൽത്തിൻ്റെ വെള്ളം കൊടുത്ത് നമ്മൾ പരിശോധിച്ച് ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ കുടിവെള്ളം കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കുടിവെള്ളം കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പം വേനൽ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഒരു 3-4 മഴ നല്ലതായിട്ട് നമുക്ക് മുണ്ടക്കയത്തിന് കിട്ടിയായിരുന്നു. അപ്പം കുറച്ചൊരു ശമനം ഉണ്ടായെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മൾക്കറിയാലോ ഇലക്ഷൻ്റെ സമയത്ത് ഒരു തടസ്സങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ, പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണെങ്കിലും നമ്മൾ താമസിച്ചാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. എന്താണെങ്കിലും ഇന്നോട്ട് സജീവമായിട്ട് എല്ലാ വാർഡിലും വെള്ളം എത്തിക്കും. വരും ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മറ്റ് മേഖലകളിലും കുടിവെള്ളം എത്തിച്ചു നൽകി കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.